എല്ലാവർക്കും നമസ്തേ. നമ്മൾ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികൾ, അതായത് BJPയും കോൺഗ്രസും ഭരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ കൊച്ചു കേരളത്തിൽ CPMഉം ഭരിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഹിന്ദുക്കൾക്കെതിരെ, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ ഒരുപാട് നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ക്ഷേത്രങ്ങളെ തകർക്കാൻ അവരിതുവരെ ശ്രമിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ആചാരങ്ങൾ, ഹിന്ദുക്കളുടെ മാത്രം ആചാരങ്ങൾ ഇല്ലാതാക്കാനും അത് അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെന്നും പറഞ്ഞുള്ള പ്രചരണം നടത്തുന്നത് ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. നേരത്തെ അവരുടെ ഒരു നേതാവ് പറഞ്ഞിരുന്നു, സ്ത്രീകൾ കുളിച്ച് ക്ഷേത്രത്തിൽ പോകുന്നത് മോശപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണെന്ന് പറഞ്ഞു. തിരുമേനിമാരുടെ അടുത്ത് പോകുന്നതുമൊക്കെ, ക്ഷേത്രത്തിൽ ഒരു പുരോഹിതൻ്റെ അടുത്ത് പോയി പ്രസാദം മേടിക്കാൻ പോകുന്നതൊക്കെ മോശപ്പെട്ട പണിയാണെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ വേറൊരു കാര്യം പറയും, പിന്നെ പൂജാരിമാർ അണ്ടർവെയർ അടിവസ്ത്രം ധരിക്കാറില്ല എന്ന് ഒക്കെ പറഞ്ഞ് വളരെയേറെ അധിക്ഷേപങ്ങൾ ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു പാർട്ടിയാണ്, ഇപ്പോഴും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. അതുപോലെ തന്നെയാണ് ശബരിമല വിഷയത്തിൽ. ശബരിമല എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വൈകാരികമായിട്ട്, ഈ കേരളത്തിൽ തന്നെയല്ല, കേരളത്തിന് പുറത്തുള്ള ഹിന്ദുക്കൾക്കും വൈകാരികമായി ഈ ഭക്തി അടുപ്പമുള്ള ഒരു ക്ഷേത്രമാണ്. അത് തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് സുപ്രീം കോടതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായ സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ആചാരം ഇല്ലായ്മ ചെയ്യാനുള്ള സത്യവാങ്മൂലം കൊടുത്ത് ആ വിധി നേടിയെടുത്തത്. അതേ തുടർന്ന് നമ്മുടെ കേരളത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം നമ്മൾക്കറിയാവുന്നതാണ്. പാർട്ടി എന്താണ് ചെയ്തത്? പാർട്ടിയും സർക്കാരും ചേർന്ന് ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാത്ത ക്ഷേത്ര വിരോധികളായിട്ടുള്ള 2-3 യുവതികളെ അവിടെ പോലീസിൻ്റെ സംരക്ഷണയോടുകൂടി ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പിന്നെ അവർ പ്രവർത്തിച്ചു. പക്ഷേ വിശ്വാസികൾ ഒന്നടങ്കം സമാധാനപരമായി പ്രതിഷേധിച്ച് ഈ നീക്കങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത്. ഇതോടുകൂടി ഈ CPM കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, പഴയ രീതിയിലുള്ള ഹിന്ദുക്കളല്ല, പഴയ മനോഭാവത്തിലല്ല ഹിന്ദുക്കൾ ഇപ്പോൾ ഭൂരിപക്ഷം ഹിന്ദുക്കളും കേരളത്തിൽ ഉള്ളത് എന്ന് കണ്ടെത്തി അവരെ കക്ഷത്തിലാക്കാൻ വേണ്ടി അവർ ഈ അടുത്ത സമയത്ത് വിശ്വാസ സംഗമം, അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ്, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഒരു സംഗമം നടത്തി. അതിനകത്തിൽ നമുക്ക് അറിയാം, ജനങ്ങൾ അതിന് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു ചെയ്തത്. 2 ദിവസം കഴിഞ്ഞിട്ട് പന്തളത്ത് ഒരു വിശ്വാസി സംഘം നടന്നു. പിന്നെ യഥാർത്ഥ വിശ്വാസികളുടെ ഒരു സംഗമം നടന്നു. ശബരിമല വികസനത്തെക്കുറിച്ചും എല്ലാം അതിനകത്ത് ചർച്ചയായി. 10,000-കണക്കിന് വിശ്വാസികളാണ് ഇത് നടന്ന പന്തളത്ത്, അയ്യപ്പൻ്റെ സ്വന്തം സ്ഥലമായ പന്തളത്ത്, ഈ പുണ്യനഗരിയായ പന്തളത്ത് ഒത്തുകൂടിയത്. അതിലൊരു സന്യാസി, ശ്രീരാമദാസ ആശ്രമത്തിലെ സന്യാസി ഒരു പരാമർശം നടത്തിയിരുന്നു. അത് നമ്മൾ പറഞ്ഞ് കേട്ടറിഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് വാവര് സ്വാമി മുസ്ലിം അല്ലെന്നും അത് ശിവഭൂതമായ വാപുരനാണെന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം നടത്തി. അത് പ്രകോപനപരമാണെന്നും 2 മതങ്ങളെ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു. ആ കേസ് മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ഈ വലിയ ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ പ്രസ്ഥാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അവരാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരും പല കാര്യങ്ങളിലും ഈ ഇത്തരം ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളെ കണ്ണടച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതായത് ഒട്ടും അംഗീകരിക്കാതെയാണ്, അത് കാര്യമാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് പറയാൻ കാരണം,
നമുക്കെല്ലാം ഓർമ്മയുണ്ട്, കാശ്മീരിൽ ഒരു നാലഞ്ച് വർഷമായി കാണും, കാശ്മീരിലൊരു പെൺകുട്ടിയെ 5 വർഷത്തിന് മുമ്പാണ്, പിണറായിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, കാശ്മീരിൽ ഒരു കൊച്ചു പെൺകുട്ടി കൊല്ലപ്പെട്ടു. അതിന് വലിയ പ്രചരണമായിരുന്നു. ഈ മാധ്യമങ്ങളും എല്ലാം എന്താണ് ചെയ്തത്, ക്ഷേത്രത്തിൽ വെച്ച് ആ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച് അല്ലെ പീഡിപ്പിച്ച് അല്ലെ ബലാത്സംഗം ചെയ്തു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് കൊന്നു എന്നുള്ള വ്യാജ പ്രചരണമായിരുന്നു നടത്തിയിരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും വെച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ, പിന്നെ ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഒരു മന്ത്രി തോമസ് ഐസക്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പെൺകുട്ടിയുടെ ചിത്രവും പേരും വെച്ച് പോസ്റ്റ് ഇട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീകൾ ഇരയാണെന്ന്, ഇതേപോലുള്ള ലൈംഗികാതിക്രമത്തിൽ ഇരയാണെങ്കിൽ അവരുടെ പേരോ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയും നമ്മൾ പുറത്ത് പറയരുതെന്നാണ് പറയുന്നത്. പത്രങ്ങൾ പോലും ആ രീതിയിലാണ് ഇവരുടെ പേരോ ഇവരെ തിരിച്ചറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു സൂചനകളോ വാർത്തകളിൽ പോലും കൊടുക്കാറില്ല. അങ്ങനെ ഇരിക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കും, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക, ഹിന്ദുക്കളെല്ലാം ഇത്തരക്കാരാണെന്നും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെല്ലാം ഇത്തരം കേന്ദ്രങ്ങളാണെന്നും വരുത്തി തീർക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി തോമസ് ഐസക്കും ഇതേപോലെ പെൺകുട്ടിയുടെ ചിത്രവും പേരും വെച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട്, അത് നിയമവിരുദ്ധമാണ്. ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടാവുന്ന ഗുരുതരമായ കേസ്, ഒരു പ്രശ്നമായിട്ട് കൂടി ഇവിടുത്തെ ഒരു ഹിന്ദു സംഘടന നേതാക്കളോ ഹിന്ദു സംഘടനകളോ അങ്ങനെയൊരു നിയമ നടപടി എടുക്കാൻ തയ്യാറായില്ല. അതാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ ഇവിടുത്തെ പ്രവർത്തനം. കാരണം അന്നും ഈ രണ്ടു പേരും ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയും ഹിന്ദു ആചാരങ്ങൾക്കെതിരെയും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കും അല്ലെങ്കിൽ BJP പ്രവർത്തകർക്കും എതിരെ ഇതേപോലുള്ള ഈ വ്യാജ അധിക്ഷേപകരമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇത് ചെയ്തു എന്നും പറഞ്ഞ് കേസെടുക്കുന്ന സമയത്താണ് പിണറായി വിജയൻ്റെയും തോമസ് ഐസക്കിൻ്റെ ഇത്തരം ഒരു പോസ്റ്റ് വന്ന്, അങ്ങനെ ഹിന്ദുക്കളെയോ ഹിന്ദു സംഘടനാ പ്രവർത്തകരെയോ BJPക്കാരെ ഉൾപ്പെടെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന സമയമായിട്ട് കൂടി ഇവരാരും തിരിച്ച് ഇതേപോലൊരു കേസ് കൊടുക്കാൻ അവർ തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളപ്പം ഇതിലൊക്കെ ഈ ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും സംഘടനയിൽ വിശ്വസിക്കുന്നവരും എന്താണ് കരുതുക, ഈ പിണറായി വിജയനും ഇത്തരം ഹിന്ദു സംഘടനയും തമ്മിലൊരു ടൈപ്പ് ഉണ്ട് എന്ന് ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പുറത്ത് പറയാൻ കാരണം, ഈ പത്തനംതിട്ട ജില്ലയിൽ ഒരു BJP പ്രവർത്തകനെ ആ പത്തനംതിട്ട അന്നത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ചെളിക്കുളമായി എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഒരു സൂരജ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ, അവിടുത്തെ MLA ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് ആയിരുന്നു, അന്ന് അവർ MLA ആയിരുന്നു. ആ ചെറുപ്പക്കാരനെ എതിരെ പിണറായിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്ത് എത്ര ദിവസം ജയിലിലടച്ചിരുന്നത്? 14 ദിവസം അങ്ങോട്ട് കഴിഞ്ഞാണ് ജാമ്യം കിട്ടിയത്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഇത്തരം സംഘടനയുടെ പ്രവർത്തകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ഹിന്ദുക്കളെയും ക്ഷേത്രങ്ങളെയും അധിക്ഷേപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അന്ന് എന്തുകൊണ്ട് ആരും പ്രതികരിച്ചില്ല? ആരും ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയില്ല. അവിടെ 2 കേസ് വരും. ഒന്ന്, ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ ചിത്രവും പേരും ആ കുട്ടി ആരാണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടാൽ അത് പോക്സോ നിയമപ്രകാരം കേസാണ്. രണ്ടാമത്,
സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ക്ഷേത്രത്തിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾക്കിടയ്ക്കൊരു സ്പർദ്ധയുണ്ടാക്കി ഒരു കലാപം ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ അദ്ദേഹത്തിന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യവും ഇവരുടെ ഇതിൽ, അതായത് ഈ രണ്ട് വിഭാഗം തമ്മിലുള്ള അകൽച്ച കൂട്ടണം എന്നുള്ള ഒരു ലക്ഷ്യവും ഈ രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിൻ്റെയും ആ പോസ്റ്റിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് അനങ്ങാത്തവരാണ് ഇതിൻ്റെ ഹിന്ദു സ്നേഹം പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ കേരളത്തിലെ ഈ ഇവരുടെയൊക്കെ പ്രവർത്തന ശൈലി. ആ സമയത്ത് വടക്കേ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകർ, ഞാൻ 10-15 വർഷം ദില്ലിയിലുണ്ടായിരുന്നുകൊണ്ട് അവിടെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ആളായിരുന്നുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ അവിടെ ദില്ലിയിലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചുമതലയിൽ ഇരുന്നിട്ടുണ്ട്. BJPയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ പ്രവർത്തനം, അവിടെ ഹിന്ദുക്കൾക്കെതിരായിട്ടൊരു നീക്കമുണ്ടായാൽ അപ്പോൾ അവർ പ്രതികരിക്കും. ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇതേപോലുള്ള തെറ്റുകളുണ്ടായാലും അവർ അപ്പോൾ പ്രതികരിക്കും. പക്ഷെ ഇവിടെ ഇവർ തമ്മിൽ എന്തോ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇതേപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈ ഹിന്ദുക്കൾ ചിന്തിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.